ഹലോ എവ്രി വൺ. ഞാൻ ഇന്ന് ഒരു ബ്രൗൺ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒബ്വിയസ്ലി മൈ ചാനൽസ് നെയിം ഇസ് ദ ബ്രൗൺ ഗേൾ എഡിഷൻ ആൻഡ് I thought the best way to do a good video would be to start with a basic brown makeup. And ഞാൻ വിചാരിച്ചു ഈ the makeup look that I'm going to do today അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഡെയിലി ബേസിസിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ചെയ്തേക്കാം. അലോങ് വിത്ത് മേക്കപ്പ് എനിക്ക് ഐ ലവ് ടു പുട്ട് നെയിൽ പോളിഷ്. അത് ഇറ്റ്സ് ലൈക്ക് എൻ ഒബ്സഷൻ. ഞാനത് എൻ്റെ സ്കൂൾ കാലത്തിൽ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. യുനോ എസ്പെഷ്യലി എൻ്റെ എയ്ത്തിലെ സയൻസ് ടീച്ചർ, ഐ സ്റ്റിൽ റിമെമ്പർ. മൈ ഗോഡ്, അവർ എപ്പോഴും ഒരു like beautiful cotton saree, manicured nails, and matching pearl necklaces with earrings. ഇങ്ങനെയായിരുന്നു. She used to come to our class every day. And at that time itself, I am pretty sure she was about 50 to 55 years old. And ആ സമയത്ത് when I used to see her nails, I used to love her nail polishes. She had the best nudes collection, I would say. എല്ലാ അടിപൊളി ന്യൂഡ് കളക്ഷൻസും ഷീ ഹാഡ്, ആൻഡ് ദ വേ ഷീ യൂസ് ടു പുട്ട് ഹർ നെയിൽ പോളിഷ്, മൈ ഗോഡ്, ഐ വാസ് ഒബ്സെസ്ഡ് വിത്ത് ഇറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു, വെൻ ഐ ഗ്രോ അപ്പ്, ദാറ്റ്സ് ഹൗ ഐ വാണ്ട് മൈ നെയിൽസ് ടു ബി. ആൻഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഐ ഹവ് ഓൾവേസ് കെപ്റ്റ് മൈ നെയിൽസ് വിത്ത് നെയിൽ പോളിഷ്. ഐ ഹാവ് എൻ ഒബ്സഷൻ വിത്ത് നെയിൽ പോളിഷ്, ആൻഡ് എനിക്ക് രണ്ട് കയ്യിലും നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെയിൽ പോളിഷ് ഇടാം. സോ ഞാൻ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ കളർ ക്രഷിൻ്റെ ഷെയ്ഡ് 525. So this is how the shade looks, and it's a beautiful shade. I love this shade. It's like I get so many compliments, and especially with my ring, this nail polish really matches the ring and my skin tone. So on the nails touch up ചെയ്തിട്ട് വരാം. ഞാൻ മാക്സിമം ബഡ്ജറ്റ് പ്രോഡക്ട്സും ഒരേ ഒരു ബ്രഷും മാത്രം യൂസ് ചെയ്താണ് ഇത് ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്നത്. I don't know how much it will be possible, but let's see. So this is the Mars 4-in-1 brush. Obviously പൗഡർ സൈഡ് ഉണ്ട്, കുറച്ചൊരു ബഫർ ബ്രഷ് പോലത്തെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്. ഇതിനകത്ത് 2 ഐ ഷാഡോ ബ്രഷസും ഉണ്ട്. സോ ഐ ഗെസ് ദാറ്റ് ഷുഡ് ബി ഇനഫ്. And I've got a few other products within the budget range. ഇത് മതിയായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി മോയ്സ്ചറൈസറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പം ഇത് വാങ്ങിച്ചതുകൊണ്ട് ഇത് യൂസ് ചെയ്യുക. ഇപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇതെനിക്ക് അത്ര അങ്ങനെ അമേസിംഗ് ആയിട്ട് വർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വർക്ക് ദാറ്റ് വെൽ ഫോർ മീ. ബട്ട് ഒബ്വിയസ്ലി ഞാനത് അത്രയും നാൾ യൂസ് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഞാനതിൻ്റെ ഫുൾ സെറ്റും യൂസ് ചെയ്തില്ല. ഞാനിത് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് സിൻസ് ഐ ഹാവ് ഇറ്റ്, ഐ യൂസ് ഇറ്റ്. അന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പാക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ഫിക്സേഷൻ പ്രെപ്പ് ആൻഡ് പ്രൈം മേക്കപ്പ് ഫിക്സറാണിത്. സോ ദിസ് ഇസ് ലൈക്ക് എ മേക്കപ്പ് ഫിക്സർ, പക്ഷെ പ്രെപ്പ് ആൻഡ് പ്രൈം ചെയ്യാം. ഇത് നമ്മുടെ മാക്കിൻ്റെ ഒരു ഡ്യൂപ്പ് പോലത്തെ സംഭവമാണ്. കുറച്ച് സമയം കൊടുത്ത് ലെറ്റ് ഇറ്റ് ജസ്റ്റ് സിങ്ക് ഇൻ ടു മൈ സ്കിൻ. ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു കൺസീലർ വെച്ച് മാത്രമാണ് the whole base is going to be with a concealer alone. But since I'm using a concealer, I thought ഒരു കുറച്ച് കളർ കറക്ഷൻ ഞാൻ ചെയ്യേണ്ടി വരും. പാക്കിൻ്റെ ടേക്ക് അവർ കൺസീലർ ഇൻ ദ ഷെയ്ഡ് റസ്റ്റി ഓറഞ്ച് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നല്ല പിഗ്മെന്റഡ് ആണ് സംഭവം. ദിസ് മൈറ്റ് എൻഡ് അപ്പ് ലൈക്ക് മേക്കിംഗ് യു ലുക്ക് റിയലി റിയലി ഓറഞ്ച്.
ഞാൻ ആദ്യം തന്നെ എൻ്റെ മെഷീനിൽ ഫെയിൽ അയക്കുകയാണ്. എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തേ പറ്റുള്ളൂ, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ബ്ലെൻഡ് ദിസ് വെൽ വിത്ത് എ ബ്രഷ്. സോ ഐ എം സോറി. ഞാൻ ഈ എൻഡ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യട്ടെ. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ ഓപ്റ്റ് ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ കുറേ നല്ല പിഗ്മെൻറ്റഡ് ആയി പോകും. അത്രയും പിഗ്മെൻറ്റഡ് ആയാലേ ഇറ്റ്സ് ഗോണ ഐ ലുക്ക് ലൈക്ക് ട്രംപ്. ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണം. ഇത് നൈക്കയുടെ മാറ്റ് ടു ലാസ്റ്റ് സെറ്റിംഗ് പൗഡർ ആണ്. നൗ ദ ഷെയ്ഡ്, ലെറ്റ് മീ സീ ദ ഷെയ്ഡ്, ഒലിവ് 05. ഇത് എടുത്തിട്ട് ഓറഞ്ച് കറക്റ്റർ ഇട്ട ഭാഗം എല്ലാം ഒന്ന് പൗഡർ ചെയ്യും. ഓക്കെ, മാർസിന്റെ ക്യാൻസൽ കൺസീലർ ഇൻ ദ ഷെയ്ഡ് കാരമൽ ചാം. ഈ കൺസീലർ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, കൺസീലർ ഒന്ന് ഇരുന്നിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ബ്ലെൻഡ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഞാൻ എൽഫിൻ്റെ ഐബ്രോ പെൻസിൽ ഇൻ ദ ഷെയ്ഡ് വാവ്, ഐ തിങ്ക് ഇറ്റ്സ് വെരി ബ്രൗൺ. ഞാൻ താഴെ ഇടാം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇൻസ്റ്റൻറ്റ് ലിഫ്റ്റ് ബ്രോ പെൻസിൽ എന്നാണ് അതിൻ്റെ പേര്. തിങ്ക് ഇത് ഓൾമോസ്റ്റ് തീർന്നു. barely anything left. I love this product. ഇത് നിങ്ങൾക്ക് എൽഫ് നൈക്കയിൽ എപ്പോഴും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒരു ഓപ്ഷൻ വരും. ഇതിന് ഒരെണ്ണത്തിന് 390 റുപ്പീസാണ്. പക്ഷെ നിങ്ങൾ ബൈ വൺ ഗെറ്റ് വണ്ണിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ഗെറ്റ് 2 ഫോർ ദ പ്രൈസ് ഓഫ് 1. ദാറ്റ്സ് വെൻ യു ഷുഡ് ഗെറ്റ് ഇറ്റ്. ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഐ ബൈ ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ ഓക്കെ, ഫസ്റ്റ് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ. ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നതിലും കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ എൻ്റെ ത്രെഡിങ് ലൈക്ക് ചെയ്യുന്ന എങ്ങനെയാ, അല്ലെങ്കിൽ ചെയ്യുന്ന ചേച്ചിയോട് എന്തൊക്കെ പറയണമെന്ന് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. സോ ത്രെഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ യുനോ കമൻറ്റ് ഇൻ ദ ലിങ്ക്സ് ബിലോ, ബിക്കോസ് എൻ്റെ അമ്മ കുറേ ലൈക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ്, ലൈക്ക് ലോട്ട് ഓഫ് people don't know those things, and when I tell it to them, ഈ ത്രെഡ് ചെയ്യുന്ന ചേച്ചിമാരോട്, അവർ വിചാരിക്കും ഞാനെന്ത് പെക്കിയാണ്. ബട്ട് once I get the result that I want, they are also convinced. So if you want that, let me know. ഓക്കെ, ഞാൻ ഈ ബ്രഷിൻ്റെ ഈ ഫൗണ്ടേഷൻ എൻഡ് വെച്ച് കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ പോവാം. കൺസീലർ ബ്ലെൻഡ് ചെയ്തു. അഗൈൻ ഐ എം ഗോണ യൂസ് മൈ സെറ്റിംഗ് പൗഡർ. ആൻഡ് ഇപ്പം എൻ്റെ സിഗ്നേച്ചറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ പോകുന്നത്. ഐ തിങ്ക് ഇഫ് യു സീൻ 2 or 3 of my videos, you know what I'm going to say right now. Setting my under eyes. ആക്ച്വലി ബേക്ക് ചെയ്യുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഐ എം പുട്ടിങ് എക്സ്ട്രാ പൗഡർ. ഓക്കെ, ലെറ്റ് ദാറ്റ് സിറ്റ് ആൻഡ് ബേക്ക്. നെക്സ്റ്റ് ഐ മേക്കപ്പിലോട്ട് പോവാം. ദാറ്റ്സ് മൈ ഫേവറേറ്റ്. ഞാനിവിടെ മാർസിന്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഐ ഹവ് നോട്ട് യൂസ്ഡ് ഇറ്റ് മൈ സെൽഫ്, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഗോണ യൂസ് ഇറ്റ്.
It's got very pretty, like, beautiful shades. നോക്കിക്കേ. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ 2 ഷെയ്ഡ് കണ്ടോ, ഇതും ഈ 2 ഷെയ്ഡ് കണ്ടോ, ഇതും വെച്ചാണ് നമ്മളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫുൾ കണ്ണിൻ്റെ നമ്മുടെ ഐലിഡിൻ്റെ മേലെ ഒരു 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 നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് വേണം. സോ ഐ തിങ്ക് ഹൗ അബൌട്ട് വി ഗോ ഫോർ ദിസ് ഷെയ്ഡ് ആൻഡ് വി ഗോ ഫോർ ദിസ് ഷെയ്ഡ്. ഈ 2 ഷെയ്ഡ് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ ബ്രഷ് കണ്ടാൽ മനസ്സിലാവും, ഇത് കുറച്ചും കൂടി ചെറുതാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രഷാണ് ഫ്ലഫി ബ്രഷ് എന്ന് വിളിക്കാൻ പറ്റിയ ഒരു ബ്രഷ്. ഈ ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ നമ്മുടെ ഐലിഡ്സിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇടാനുള്ള കളർ, ഈ 2 കളറാണല്ലോ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഞാൻ ഇത് കണ്ടോ, ഒരു റൗണ്ട് ആയിട്ടാണ് ഇത്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യും, ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ തിരിച്ചുകൊണ്ടുവരും, ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ തിരിച്ചുകൊണ്ടുവരും. ഓക്കെ, ആൻഡ് ഇത് ഐ തിങ്ക് യു ഗൈസ് വുഡ് ഹാവ് ഹേർഡ് ഇറ്റ് എ മില്യൺ ടൈംസ്, വിൻഡ്ഷീൽഡ് വൈപ്പർ മോഷൻ. അതാണ് ഇത്. ഞാൻ ഇങ്ങനെ ചെയ്യും, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും, ഇങ്ങനെ ചെയ്യും, ഒരു വലിയ സർക്കിൾ കൊണ്ടുവരും. ഈ ബ്രൗൺ ഷെയ്ഡ് ഈ മെലിഞ്ഞ ബ്രഷിലെടുക്കാം. കുറച്ചെടുത്താൽ മതി, ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ പിഗ്മെന്റഡ് ദിസ് ഇസ്. ഐ എം യൂസിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, സോ ഐ ഡോണ്ട് നോ. ഈ കണ്ണിൻ്റെ ഏറ്റവും ഔട്ടർ എഡ്ജിലാണ് ഞാനിത് പ്ലേസ് ചെയ്യുന്നത്. അവിടെ ഫോക്കസ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഞാൻ എൻ്റെ ഈ ഇവിടെ ഒരു ക്രീസ് ഞാൻ ഉണ്ടാക്കും. എനിക്ക് ഇത്തിരി ഹുഡഡ് ഐസ് ആണല്ലോ, സോ ഒരു ഫേക്ക് ക്രീസ് ഉണ്ടാക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് ഈ ഇപ്പം ഐ തിങ്ക് യുൽ ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് ഇറ്റ്. അത് നമ്മൾ ഈ മറ്റേ ഫ്ലഫി എൻഡ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഞാനൊരു ബ്രൗൺ കാജൽ യൂസ് ചെയ്ത് എൻ്റെ വാട്ടർ ലൈൻ ചെയ്യും. എനിക്ക് ബ്ലാക്കിനെക്കാട്ടിലും ബ്രൗൺ ആണ് താല്പര്യം. ഒബ്വിയസ്ലി ഞാനത് ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും അതിലോട്ട് എത്തിയത്. ബട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് മസ്കാര. സോ ഇത് ലോറിയലിൻ്റെ വോളിയൂം മില്യൺ ലാഷസ് എന്ന് പറയുന്ന മസ്കാരയാണ്. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മസ്കാര അല്ല ഇത്. ബിക്കോസ് ഈ വാണ്ട് കണ്ടോ, ഇത് എൻ്റെ ഈ ചെറിയ ലാഷസിന് അത്ര അങ്ങോട്ട് സൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സിൻസ് ഐ ഹാവ് ഇറ്റ് ആൻഡ് ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് അനദർ ചാൻസ്. അങ്ങനെ ആവരുത് ഗേൾസ്. ഡോണ്ട് കീപ് ഗിവിങ് പീപ്പിൾ ചാൻസസ് മോർ ദാൻ വാട്ട് ദേ ഡിസേർവ്. But here I am with my mascara, so yeah, I'm the one to talk. Not bad അല്ലേ? മസ്കാരയുടെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു ബ്രോൺസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കളർ ഐക്കോൺ ബ്രോൺസർ ഇൻ ദ ഷെയ്ഡ് വാട്ട് ഷെയ്ഡി ബീച്ചസ്. So this is how the shade looks. It's almost identical to my skin tone. So ഞാൻ ഈ പൗഡർ ബ്രഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. I'm going to pick up this bronzer. Under my cheeks and my temples. Fae Beautyയുടെ I don't know what this is called. So this is like a highlighter. It's in the shade Sola. എനിക്ക് പ്രോഡക്റ്റ്
how do I say it? I did not like it at all. ഇതിങ്ങനെ നമ്മുടെ ഗ്ലൂ പോലെ ഇങ്ങനെ ട്വിസ്റ്റ് അപ്പ് ആണ്. ഞാനപ്പം ഇത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇത് താഴോട്ട് വന്നില്ല. താഴോട്ട് വരാഞ്ഞിട്ട് ഐ വാസ് ലൈക്ക്, മൈ ഗോഡ്, വാട്ട് ഡു ഐ ഡു നൗ? ഐ ഹാവ് ദ ഹോൾ പ്രൊഡക്റ്റ് ഇൻ മൈ ഹാൻഡ് ആൻഡ് ഇത് താഴോട്ട് പോകുന്നില്ല. ആൻഡ് ദെൻ ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്ത് മാറ്റിയിട്ട് ഇത് പ്രസ് ചെയ്ത് താഴോട്ടാക്കുക ചെയ്ത്. അതുകൊണ്ട് ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് പ്രോഡക്റ്റ്, ബട്ട് സിൻസ് ഐ ഹാവ് ഇറ്റ്, ഐ എം യൂസിങ് ഇറ്റ്. warm it up on my hands and then use it. അതായിരിക്കും നല്ലത്. Because otherwise I don't know, just does not. കുറച്ച് ഈ പിരികത്തിൻ്റെ താഴെ ജസ്റ്റ് ഇവിടെ മാത്രം, ഫുൾ പിരികത്തിൻ്റെ അടിയിലിടണ്ട, ഈ ഒരു ബ്രോ ബോണ്ട് ഈ ഭാഗത്ത് മാത്രം, ബിക്കോസ് ലൈറ്റ് അവിടെയാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കുറച്ച് നമ്മുടെ കണ്ണ് ലിഫ്റ്റഡ് ആയിട്ട് തോന്നും. കുറച്ച് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത്, ആൻഡ് കുറച്ച്, വളരെ കുറച്ച് ഇവിടെ ചുണ്ടിൻ്റെ മേലിൽ. ഓക്കെ, ഐ തിങ്ക് ഐ എം ഗോയിങ് എ ലിറ്റിൽ ക്രേസി വിത്ത് മൈ പ്രോഡക്റ്റ്. നെക്സ്റ്റ് എൻ്റെ കയ്യിൽ 3 ലിപ്പ് ഓപ്ഷൻസ് ഉണ്ട് ഈ ലുക്കിൻ്റെ കൂടെ പോകാൻ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലഷ് യൂസ് ചെയ്തില്ല. മേ ബി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ ഐ മൈറ്റ് ഫീൽ ഐ നീഡ് എ ബിറ്റ് മോർ ബ്ലഷ് ആൻഡ് ഐ മൈറ്റ് യൂസ് ഇറ്റ് ഓൾസോ. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ലിപ്പ് ഓപ്ഷൻസ് കാണിച്ചു തരാം. ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനർ ഇൻ ദ ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് 12 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡസ്കി സ്കിൻ ടോണിന് പറ്റിയൊരു ലിപ്പ് ലൈനറാണ്. ഈ ഷെയ്ഡ് കണ്ടോ, ഒരു ബ്രൗൺ പേർപ്പിൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ലിപ്പ് ലൈനർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, do watch it. And the first option with this lip liner is this beautiful lipstick called Honey Rose from Milani. So ഇതൊരു ക്രീം ഷീൻ ലിപ്സ്റ്റിക്കാണ്. അതായത് ഇത് മാറ്റ് അല്ല, ഒരു ലിപ് ബാം പോലത്തെ ലിപ്സ്റ്റിക്കാണ്. ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് ദ ഷെയ്ഡ് ഇസ് ലൈക്ക്, ഇത് ഞാൻ അറിയാതെ വാങ്ങിച്ച ഷെയ്ഡാണ് സത്യം പറഞ്ഞാൽ. ഈ കളർ ഉണ്ടോ, പക്ഷെ ഒരു ബ്രൗൺ ലിപ്പ് ലൈനറിൻ്റെ കൂടെ ലെറ്റ് മീ ഷോ യു. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാനിത് കാണിച്ചു തരാം. Look at that. So pretty. I love it. എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോമ്പിനേഷൻ. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് സൂട്ട്സ് മൈ ബ്രൗൺ സ്കിൻ സോ വെൽ. ഐ ലവ് ഇറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ കോമ്പിനേഷൻ. എനിക്ക് ദീസ് 2 ലിപ്സ്റ്റിക്സ് ആർ ലൈക്ക് സോ ഗുഡ്. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് സോ പ്രിറ്റി. അടുത്ത കോമ്പിനേഷൻ കാണിച്ചു തരാം. ബ്രൗൺ ലിപ്പ് ലൈനർ, ഇത് കുറച്ച് നന്നായിട്ട് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാം. മാർസ് ആൻഡ് ടോഫി ട്വൽ എന്ന് പറയുന്ന ലിപ് ഗ്ലോസ് ആണിത്. Look at that. So pretty. Do I look like an Instagram baddie? I think I do. ഈ ബ്രൗൺ മേക്കപ്പിൻ്റെ കൂടെ ഈ ബ്രൗണി ലിപ് ഗ്ലോസ് നന്നായിട്ട് ചേരുന്നു എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി നൈസ് ആസ് വെൽ. I'll show you one more lip combination with this brown and ഈ ബ്രൗണും ഈ മിസ് ക്ലെയറിൻ്റെ നമ്പർ 42 വെച്ചിട്ട് ഫില്ല് ചെയ്യണം. നൈസ്. കുറച്ചിടുക. ഒരു ഫുൾ ബ്രൗൺ ന്യൂട്രൽ ലുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ലിപ്സ് ഒരു എന്താ പറയുക, ഹൗ ഡു ഐ സേ,
makes the makeup stand out. Let's just say you're wearing something beige or you're wearing something white and you do this makeup, then you can do a red or a pink or a brownie nude. അതാണ് ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത്, ഒരു ബ്രൗണി ന്യൂഡിഷ് പിങ്കിഷ് ഷെയ്ഡ്. അപ്പോൾ അതിലോട്ട് ഫോക്കസ് കൂടുതൽ വരും ആൻഡ് ഇറ്റ് ലുക്സ് നൈസ് ആൻഡ് മേക്സ് യുവർ ടീത്ത് ലുക്ക് വൈറ്റർ. ആൻഡ് ദിസ് ഇസ് ഹൗ ദ ലുക്ക് ഹാസ് ടേൺഡ് ഔട്ട്. സോ ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തന്നു. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ബേസിക് ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരെണ്ണത്തിൽ നിർത്താൻ പറ്റില്ല. എനിക്ക് എപ്പോഴും കോമ്പിനേഷൻ യൂസ് ചെയ്ത് എനിക്ക് എപ്പോഴും അങ്ങനെയാണ് ലിപ്സ്റ്റിക്സ് ഇടാൻ താല്പര്യം. But obviously if you have that perfect nude for you, definitely go ahead with it. എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് I have these lip liners and lipsticks, അങ്ങനെ ഒരു മിക്സ് ഓഫ് തിങ്സ്. I hope you guys like this video. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.